ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫിഡെ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റിൻ്റെ ഗെയിംസ് ആയിരുന്നു ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. 3ാം റൗണ്ടിൽ നടന്ന വളരെ ഷോക്കിംഗ് ആൻഡ് ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. USA പ്ലെയർ ആയിട്ടുള്ള ഫാബിയാനോ കരുവാനോ, ചൈന നമ്പർ 1 പ്ലെയർ ആയിട്ടുള്ള വേയും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയുന്നില്ല, നമ്മൾ നേരെ തന്നെ ഗെയിംസ് റിവ്യൂയിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇവിടെ നൈറ്റ് F3 റെഡി ഓപ്പണിംഗ് ആണ് ഇവിടെ ഫാബിയാനോ ചൂസ് ചെയ്യുന്നത്. നൈറ്റ് F3 കളിച്ചുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്കും ജസ്റ്റ് നൈറ്റ് F6 കളിച്ച് റെസ്പോൺസ് ചെയ്യുന്നു. ഇവിടെ ഫാബിയാനോ ജസ്റ്റ് ഇംഗ്ലീഷ് ഓപ്പണിംഗ് ലൈനിലോട്ട് ജസ്റ്റ് മൂവ് ചെയ്യുന്നു. ജസ്റ്റ് പോൺ C4, C5 സിമെട്രിക്കൽ വേരിയേഷൻ തന്നെയാണ് വേയും കളിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് C5 കളിക്കുന്നു. ജസ്റ്റ് G3, ബിഷപ്പിനെ F5 ചെയ്യുക, ഇതാണ് ഫാബിയുടെ ഐഡിയ. ഇവിടെ ബ്ലാക്കും G6 കളിക്കുന്നു. ഇവിടെ ബിഷപ്പ് G2 പകരമായിട്ട് ജസ്റ്റ് ബിഷപ്പ് G2 കളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ജസ്റ്റ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റ് ടു C3, ഇവിടെ ഫാബി നൈറ്റ് C3 കളിക്കുന്നു. ജസ്റ്റ് D5 സെൻട്രൽ ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ വെയ് ജസ്റ്റ് D5 പുഷ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്തായാലും C/D5 തന്നെ ചൂസ് ചെയ്യുന്നു. ഇവിടെ വെയ് C/D5 ടേക്ക് ചെയ്യുന്നു. നൈറ്റ് D5, ബിഷപ്പ് G2, നൈറ്റ് D5 ശേഷം ബിഷപ്പിനെ G3 കളിച്ചതുകൊണ്ട് തന്നെ ജസ്റ്റ് ബിഷപ്പിനെ F5 ചെയ്യുന്നു. ഇവിടെ ഫാബി ഇവിടെ ബിഷപ്പ് G7 കളിക്കുന്നു. ബ്ലാക്കും അതേപോലെ തന്നെ ബിഷപ്പിനെ F5 ചെയ്യുന്നു. അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ ഫാബിയാനോ. ക്വീൻ A4 ചെക്ക്. ഇത് ശരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് അല്ല. ഇവിടെ ഒരു പീസിനെ കൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ചെക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് കിട്ടുകയാണ് വേയ്ക്ക്. വേയ് ജസ്റ്റ് നൈറ്റിനെ C6 കളിച്ചുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നൈറ്റ് G5 എന്ന് പറയുന്ന മൂവാണ് ഇവിടെ നമ്മുടെ ഫാബിയാനോ കളിക്കുന്നത്. ഇതിലെ ത്രെഡ് വളരെ ഈസിയാണ്. ബിഷപ്പ് D5 അല്ലെങ്കിൽ നൈറ്റ് D5, അതായത് D5 നൈറ്റിന് ഇപ്പോൾ ഒരു പീസിൻ്റെ D8 ക്വീൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ G2 ബിഷപ്പിൻ്റെ ഡിസ്കവേർഡ് അറ്റാക്കും C3 നൈറ്റിൻ്റെ അറ്റാക്കും ആ ഒരു D5 പീസിലേക്കുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പീസ് ലോസ് ആവും നെക്സ്റ്റ് മൂവിൽ. അതാണ് ഇവിടെ നൈറ്റ് G5 കളിച്ചുകൊണ്ട് ഫാബിയുടെ ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരുപാട് ലൈൻസ് ഉണ്ട്. അതായത് ജസ്റ്റ് നൈറ്റിന് F6 കളിക്കാം, അല്ലെങ്കിൽ നൈറ്റ് C3 എടുക്കാം, അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ C3 എടുക്കാം. ഇവിടെ ഇതൊന്നും കളിക്കാതെ വേയും സെലക്ട് ചെയ്യുന്നത് നൈറ്റ് B6 എന്ന് പറയുന്ന മൂവാണ്. നൈറ്റ് B6 കളിച്ചുകൊണ്ട് ക്വീനിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു മൂവോട് കൂടി തന്നെ രണ്ട് പോൺ അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ ഇവിടെ ഫാബിക്ക് സാധിക്കുന്നു. മൂവ് ഇതാണ്. ബിഷപ്പ് ടെക് C6 ചെക്ക്. ഇവിടെ B/C6 എടുക്കേണ്ടി വരുന്നു. ഇവിടെ ക്വീൻ C6 ചെക്ക്. ഇവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ബിഷപ്പ് D7 തന്നെ കളിക്കേണ്ടി വരും. കാരണം അല്ലാതെ നൈറ്റൊക്കെ കളിച്ച് കഴിഞ്ഞാൽ സിംപിളി ക്വീൻ ടേക്സ് ഓൺ A8 വെട്ടുന്നതുകൊണ്ട് തന്നെ ബിഷപ്പ് D7 തന്നെ ഉള്ളൂ മെയിനായിട്ട്. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് C5 പോണിനെയും ടേക്ക് ചെയ്യുന്നു. ക്വീൻ ടേക്ക് C5 വെട്ടുന്നു. ഇതോടുകൂടി തന്നെ വൈറ്റിന് 2 പോൺ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. എന്തായാലും ഇവിടെ ബ്ലാക്ക് ഇവിടെ 2 പോൺ അഡ്വാൻറ്റേജ് കിട്ടിയെങ്കിലും ഇവിടെ ബ്ലാക്കിൻ്റെ പൊസിഷൻ ഈ ക്വീൻ സൈഡിൽ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ടുണ്ട്. ഈ C5 റൂക്ക് C8 കളിക്കുന്നതോടുകൂടി കുറച്ചുകൂടി നല്ല രീതിയിൽ C5 യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ബ്ലാക്കിന് കുറച്ച് സാധിക്കും. എന്നാലും ഇവിടെ വൈറ്റിൻ്റെ G5 നൈറ്റ് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് നല്ല രീതിയിലൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജസ്റ്റ് പോൺ H6 കളിച്ചുകൊണ്ട് ആ നൈറ്റിനെ ആദ്യം അവിടെ നിന്ന് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. നൈറ്റ് ബാക്ക് പോകുന്നു, F3 പോകുന്നു. ദെൻ ഇവിടെ റൂക്ക് C8 വരുന്നു. ഫാബി ജസ്റ്റ് ക്വീനെ A5 കളിക്കുന്നു. ബ്ലാക്ക് ജസ്റ്റ് ക്വീനെ A5 കളിക്കുന്നു. ഇവിടെ ബിഷപ്പ് H3 എന്ന് പറയുന്ന മൂവാണ് ഇവിടെ വേയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ജസ്റ്റ് കിങ് സൈഡ് കാസ്ലിംഗ് ചെയ്യുന്നത് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ഇവിടെ ഫാബി ജസ്റ്റ് 0-0 ചെയ്യുന്നതിനെ തൊട്ട് തടയാണ് വേയ് ഇവിടെ ചെയ്യുന്നത്. എന്തായാലും വേയ് ജസ്റ്റ് ഒരു ചെക്ക് കൂടി കൊടുക്കുകയാണ്. ക്വീൻ ടു B5 ചെക്ക്. ഇവിടെ ജസ്റ്റ് B6 നൈറ്റ് D7 കളിക്കുന്നു. ദെൻ ഇവിടെ റൂക്ക് G1 എന്ന് പറയുന്ന മൂവാണ് ഫാബിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഈ ബിഷപ്പ് H3 നിന്ന് G2 വന്നിട്ട് നമ്മുടെ H1 റൂക്കിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തടുക്കുന്നതിന് വേണ്ടി എന്നുള്ള ഒറ്റ നോട്ടത്തിൽ ഒരു ഡിഫെൻസീവ് മൂവ് പോലെയാണ് റൂക്ക് G1 വരുന്നത്. പക്ഷേ ഇവിടെ വേയ് മിസ് ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ലൈൻ ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗം വേയ് വലിയൊരു തോതിൽ തന്നെ മിസ് ചെയ്തു. അതാണ് ഇതിലെല്ലാത്തിനും കാരണമായത്. വേയുടെ കണക്ക് കൂട്ടലിൽ ഇതൊരു വെറും ഒരു ഡിഫെൻഡിങ് മൂവ് മാത്രമാണ് റൂക്ക് G1. പക്ഷേ ഫാബി എന്തായാലും അതിനെതിരെ വേറൊരു ഇതിനേക്കാൾ വലിയൊരു ട്രിക്കായിരുന്നു ഇവിടെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വേയ്ക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ വേയ് കളിക്കുന്നത് 0-0 ആണ്. ഇവിടെ 0-0 കളിച്ചപ്പോൾ വേയുടെ
0-0 എന്ന മൂവിയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഫാബി കളിക്കുന്ന മൂഡ് കൂടിയാണ് ആ ഒരു മിസ്റ്റേക്ക് ഇവിടെ മനസ്സിലാക്കപ്പെടുന്നത്. വേയ്ക്ക് ജസ്റ്റ് പോൺ G4 കളിച്ച് ആ ഒരു ബിഷപ്പിനെ അവിടെ ട്രാപ്പ് ചെയ്യുന്നു. മീൻസ് ആ ബിഷപ്പിനെ ഇനി മൂവ് ചെയ്യാൻ ഒരു സ്ക്വയറും ഇല്ല. ബിഷപ്പ് ഫുള്ളി അവിടെ ട്രാപ്ഡായി. ഇവിടെ ബ്ലാക്ക് ജസ്റ്റ് റൂക്ക് C5 കളിച്ച് ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ കൗണ്ടർ പ്ലേ ചെയ്യാണ്ട് ഇവിടെ ജസ്റ്റ് ക്വീനിനെ B3യിലേക്ക് തന്നെ കളിക്കുന്നു ഫാബി. നൈറ്റ് T5 എന്ന് പറയുന്ന മൂവാണ് ഇവിടെ കളിക്കുന്നത് വേയ്. ഇവിടെ കുറച്ചുകൂടി ബെസ്റ്റ് നൈറ്റ് F6 ആയിരുന്നു. G4-നൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കുറച്ച് ബെസ്റ്റ് നൈറ്റ് F6 ആയിരുന്നു. പക്ഷേ നേരെ ഇവിടെ നൈറ്റ് E5 കളിക്കുന്നു. സിമ്പിളായിട്ട് തന്നെ ഈ ഒരു നൈറ്റിനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കിട്ടുകയാണ് ഇവിടെ ഫാബിക്ക്. ഫാബി ജസ്റ്റ് എന്നെ വെട്ടുന്നു. നൈറ്റ് E5, ഇവിടെ റൂക്ക് C5. ഇവിടെ നൈറ്റ് D1 എന്ന മൂവ് വന്നതോടുകൂടി ഇവിടെ വേയ് റിസൈൻ ചെയ്യുകയായിരുന്നു. കാരണം ക്വീൻ H3 ആണ് നെക്സ്റ്റ് മൂവ് ത്രെഡ്. ഇത് ഡിഫെൻഡ് ചെയ്യാൻ വേറെ സ്കോപ്പൊന്നുമില്ല. ഇനി അഥവാ ബിഷപ്പ് G4 എടുത്താലും റൂക്ക് G4. അപ്പോഴും വൈറ്റിന് തന്നെ ഒരു ബിഷപ്പും ഒരു പോണും അഡ്വാൻറ്റേജ് ഉണ്ട്. ഓൾറെഡി 2 പോൺ അപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇനി വേറെ സ്കോപ്പൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നൈറ്റ് D1 എന്ന് പറയുന്ന മൂവ് വന്നതോടുകൂടി തന്നെ ഈ റിസൈൻ ചെയ്യുകയാണ്. ഇതോടുകൂടി ഫാബിയാനോ കരുവാനയും ലീഡർ ബോർഡിലേക്ക് മുമ്പിലോട്ടെത്തുകയാണ് 3 റൗണ്ടുകൾക്ക് ശേഷം. ജാവോക്കിർ സിന്താരവും 3 റൗണ്ടിന് ശേഷം 2.5 പോയിൻറ്റുമായി ഫാബിക്കൊത്ത് തന്നെ 3 റൗണ്ടിന് ശേഷം 2.5 പോയിൻറ്റോടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ